വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 69 മുതൽ 75 വാക്യങ്ങളിൽ തള്ളിപ്പറയുന്ന പത്രോസിനെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് പ്രശംസിക്കാനും ആണയിടാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. അപ്പോഴാണ് പത്രോസ് ഓർക്കുന്നത്, യേശു തന്നോട് പറഞ്ഞിരുന്നു, കോഴി കൂകുന്നതിന് മുമ്പ് 3 തവണ നീ എന്നെ നിഷേധിക്കുമെന്ന്. അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. പത്രോസിനെ പോലെ കടുത്ത പ്രതിസന്ധികൾ നേരിടുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കാൻ നമ്മളും പാപം ചെയ്യാൻ പ്രവണത കാണിക്കുന്നു. അങ്ങനെ അവൻ്റെ സ്നാനത്തിലും രക്തത്തിലും പുനരുദ്ധാനത്തിലും വിശ്വസിക്കുന്ന എല്ലാവരുടെയും പാപങ്ങൾ കുരിശുവഴി മോചിപ്പിക്കുകയും അങ്ങനെ അവൻ നമ്മുടെ രക്ഷകനായി മാറുകയും ചെയ്യുന്നു. ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രത്യേകിച്ച് പത്രോസിനെ പോലെ കടുത്ത പ്രതിസന്ധികൾ നേരിടുന്ന എല്ലാവരെയും അവർക്ക് നന്മകൾ ചെയ്യിപ്പിക്കുവാനും നല്ലത് പറഞ്ഞു കൊടുക്കുവാനും നന്മതിന്മ വേർതിരിച്ച് അറിയുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.